തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി NDA ക്യാമ്പിന് ആവേശം പകർന്നുകൊണ്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ കുന്നത്ത് നാട്ടിലെത്തി. കോലഞ്ചേരി സെന്റ് പീറ്റേഴ്സ് കോളേജ് ഗ്രൗണ്ടിൽ NDA സ്ഥാനാർത്ഥി ബാബു ദിവാകരന്റെ പ്രചാരണ പരിപാടികളുടെ ഭാഗമായുള്ള പൊതുസമ്മേളനത്തെ കേന്ദ്രമന്ത്രി അമിത് ഷാ അഭിസംബോധന ചെയ്തു സംസാരിച്ചു. എല്ലാവർക്കും ഈസ്റ്റർ ദിനാശംസകൾ നേർന്നുകൊണ്ടാണ് അമിത് ഷാ തന്റെ പ്രസംഗം ആരംഭിച്ചത്. ഏപ്രിൽ 9 തെരഞ്ഞെടുപ്പ് കേരള ഭാവിയെ സുഭദ്രമാക്കാനുള്ളതാണ് എന്ന് പറഞ്ഞ അമിത് ഷാ LDFും UDFും മാറി വരിച്ച് അഴിമതി നടത്തുകയാണ് എന്നാരോപിച്ചു. കേരളത്തെ ശരിയായ ദിശയിൽ നയിക്കാൻ നരേന്ദ്രമോദി സർക്കാർ നയിക്കുന്ന NDA കേരളത്തിൽ അധികാരത്തിൽ വരണം എന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു. സമ്പൂർണ്ണ സാക്ഷരത ആദ്യം കൈവരിച്ച കേരളത്തിലെ വിദ്യാർത്ഥികൾ ഭാവി സുരക്ഷിതമാക്കാൻ ഇപ്പോൾ കേരളം വിടുകയാണ്. ഈ സ്ഥിതിക്ക് NDA മാറ്റം വരുത്തും. CPMും കോൺഗ്രസും രാജ്യത്ത് തകർന്നുകൊണ്ടിരിക്കുകയാണ്. ലോക്സഭയിൽ 2014 വോട്ട് നേടിയ NDAയുടെ വോട്ട് വിഹിതം 2024 20% വോട്ട് വിഹിതമായി വർദ്ധിച്ചു. ഇടത് വലത് മുന്നണികളുടെ അഴിമതിക്കെതിരെ പോരാടാനാണ് 2020 രൂപീകൃതമായത്. 2000 കോടിയുടെ വികസന പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ കൊച്ചിക്കായി വിഭാവനം ചെയ്തിരിക്കുന്നത്. കൊച്ചി മെട്രോ രണ്ടാം ഘട്ടത്തിന് 275 കോടിയും അനുവദിച്ചു. PFI തീവ്രവാദികളെ നിരോധിച്ച് നേതാക്കളെ അകത്തിടാനുള്ള ആർജവം കേന്ദ്ര സർക്കാരിനുണ്ടായി. മുനമ്പത്തെ 400 ഏക്കർ ഭൂമിയാണ് വഖഫ് കൈവശപ്പെടുത്താൻ നോക്കിയത്. 600 ക്രിസ്ത്യൻ കുടുംബങ്ങളുടെ കിടപ്പാടം ഇല്ലാതായപ്പോൾ ഇടതും വലതും മിണ്ടിയില്ല. രണ്ട് മുന്നണികളും നാണയത്തിന്റെ ഇരുവശങ്ങളാണ്. കേരളത്തിന് പുറത്ത് ഒന്നായവർ കേരളത്തിൽ ശത്രുക്കളായി നടിക്കുന്നു. BJPയെ മുന്നണികൾ പരസ്പരം എതിർകക്ഷികളുടെ B ടീമാക്കുമ്പോൾ LDFും UDFുമാണ് B ടീമുകൾ. പേരുമാറ്റൽ സ്റ്റാർട്ടപ്പാണ് പിണറായി ആരംഭിച്ചത്. കേന്ദ്ര സർക്കാർ പദ്ധതികളുടെ പേരുമാറ്റി ഫണ്ട് തട്ടുകയാണ് പിണറായി, അമിത് ഷാ പറഞ്ഞു. കേരളത്തിന്റെ അരി കേരള സർക്കാരിൻ്റെതാക്കി വിതരണം ചെയ്യുന്നു. ലൈഫ് മിഷനിലും ഇത് കാണാം. ഇടത് വലത് മുന്നണികളുടെ ജനവഞ്ചന ഇനി നടക്കില്ല. ശബരിമല സ്വർണം കട്ടവരെ ജയിലിലടയ്ക്കണോ വേണ്ടയോ? ഏപ്രിൽ 9 വോട്ട് ചെയ്ത് NDAക്ക് വോട്ട് ചെയ്ത് അധികാരത്തിലെത്തിച്ചാൽ ശബരിമല കൊള്ളക്കാരെ കള്ളന്മാരെയെല്ലാം 2 മാസത്തിനുള്ളിൽ ജയിലിലിടും. അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. പെട്രോൾ വില കൂടിയെന്ന് രാഹുൽ കേരളത്തിൽ പ്രചരിപ്പിക്കുകയാണ്. പക്ഷേ വില കൂടിയത് പാകിസ്ഥാനിലാണ്. പാകിസ്ഥാനിൽ വില കൂട്ടുന്നത് നരേന്ദ്രമോദിയല്ലെന്ന് രാഹുൽ മനസ്സിലാക്കണം. യുദ്ധം നടക്കുമ്പോൾ പല രാജ്യങ്ങളിലും ഇന്ധനക്ഷാമം ഭക്ഷ്യക്ഷാമം അനുഭവപ്പെടുമ്പോൾ മോദി ഭരിക്കുന്ന രാജ്യത്ത് ഈ സ്ഥിതിയില്ല. ഗൾഫ് രാജ്യങ്ങളിലെ ഇന്ത്യക്കാരെ ബാധിക്കുന്ന പ്രചാരണങ്ങൾ നടത്തരുത്. ഡൽഹിയിൽ AI ലോക സമ്മേളനം നടക്കുമ്പോൾ തുണിയെറിഞ്ഞ് പ്രതിഷേധിക്കുകയായിരുന്നു കോൺഗ്രസ്. ഈ കോൺഗ്രസ് ഇനി വേണോ എന്നാലോചിക്കുകയാണ്. NDA വന്നാൽ 2500 രൂപ സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് എത്തിക്കുമെന്നത് NDAയുടെ ഉറപ്പാണ്. 1 വർഷം കൊണ്ട് സിലിണ്ടർ സൗജന്യമെന്നതും പ്രകടന പത്രികയിലുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ CBI അന്വേഷണം നടത്തി കുറ്റവാളികളെ തുറങ്കിലടയ്ക്കും. തൃശ്ശൂരിനെ സാംസ്കാരിക തലസ്ഥാനവും ഹബ്ബുമാക്കി മാറ്റും. വികസിത കേരളത്തിനായി NDA സർക്കാരിനെ അധികാരത്തിലേറ്റണം. സമ്മേളനത്തിൽ വെച്ച് ഉയർപ്പിന്റെ അടയാളമായ യേശുദേവന്റെ പെയിന്റിംഗ് സാബു M ജേക്കബ് അമിത് ഷായ്ക്ക് സമ്മാനിച്ചു.